ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എല്ലാവരും പരസ്പരം തമ്മിൽ വഴക്കാം. എന്തിനു വേണ്ടി? മരുമക്കൾക്ക് വേണ്ടി. ജാനകിക്കാണെങ്കിൽ ഇപ്പം പഴയതുപോലെയൊന്നും അല്ല, ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഇദ്ദേഹം ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചു. അവളുടെ മരുമകൾ മാത്രം നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അനാമികയെ പോലെ ആരും പണക്കാർ വേറെ ആരും ഇല്ല എന്നൊക്കെ മട്ടിലാണ് ജാനകിയുടെ സംസാരം. അതൊക്കെ എനിക്കും ഇത്തിരി ഓവറായിട്ട് തോന്നുന്നുണ്ട്. എന്തു ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. നവ്യമോളുടെയും നയനമോളുടെയും കാര്യം കഷ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഇദ്ദേഹം വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. മക്കളുടെ സങ്കടം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. നയനമോള ദേവയാനിക്ക് രക്തം കൊടുത്തത്, എന്നിട്ടും അതിൻ്റെ ഒരു നന്ദി പോലും ദേവയാനി നയനമോളോട് കാണിക്കില്ല. നയനമോളാണ് രക്തം കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നയനയെ ഒന്നും കൂടെ വിമർശിക്കത്തേ ഉള്ളൂ. ഇതൊക്കെ വല്ലാത്ത സങ്കടം വരുന്ന കാര്യം തന്നെയാണ്. എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ ഈശ്വരന്മാരെ, എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ സ്വഭാവം അങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനാകെ സങ്കടപ്പെടുക. ഈ സമയം മുത്തശ്ശൻ്റെ സങ്കടം കണ്ട് മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമായി. അപ്പോഴേക്കും നവ്യയും ജലജയും കൂടെ ഭയങ്കര അടിയാ. അതെ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമോ പറ്റില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ദേ, ഞാൻ മുത്തശ്ശനോട് പറയും. എന്നാ നീ പോയി പറയടി. അത് കേട്ടത് മുത്തശ്ശന നമ്മുടെ നവ്യ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ എന്താ നവ്യേ, എന്തു പറ്റി? മുത്തശ്ശ നോക്ക് മുത്തശ്ശ, എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാനുള്ള കാര്യം പറയാലോ. നയന ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കാനും ഒന്നിനുമൊക്കെ. ഇതൊക്കെ പഠിക്കണം, പെൺകുട്ടികൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ വീട്ടിൽ വളർന്ന സാഹചര്യം വേറെയായിരുന്നു. നയന വീട്ടിലെല്ലാ പണിയും ചെയ്യുമ്പോഴും ഒരുപാട് ആഡംബരം കാണിച്ചു കറങ്ങി നടന്നു നോക്കിയ എൻ്റെ ശീലം. പക്ഷേ ഇപ്പം ഞാനതൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പാചകം എത്ര ചെയ്യാൻ നോക്കിയാലും അത് തലയ്ക്ക് കയറുന്നില്ല മുത്തശ്ശ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി. ഇവിടെ ജാനകി ഇളയമ്മയോട് പോയി ചോദിച്ചപ്പോൾ ഉണ്ടാക്കി തരില്ല എന്നാണ് പറഞ്ഞത്. അനാമികയ്ക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കിവിടെ ഉണ്ടാക്കി തരാൻ ആരുമില്ല മുത്തശ്ശ. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞത്. അപ്പം അമ്മയും ഉണ്ടാക്കി തരില്ല എന്നാണ് പറയുന്നത്. എനിക്ക് നല്ല പുട്ടും കടലക്കറിയും കഴിക്കാൻ തോന്നുന്നു മുത്തശ്ശ. അത് കേട്ടതും മോള ജലജയെ ഇങ്ങോട്ട് വിളിക്ക്. അപ്പോൾ ജലജയെ നവ്യ പറയാം, മുത്തശ്ശ വഴക്കൊന്നും പറയണ്ട, എനിക്ക് അവരോട് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷെ അവർക്ക് എന്നെ ഒരു തുള്ളി ഇഷ്ടം പോലും ഇല്ല മുത്തശ്ശ. സാരല്ല മോളെ, എന്ത് ചെയ്യാനാ? ഇവിടെ വീട് വലുതാണ്, കുറേ പണമുണ്ട് എന്നൊക്കെ ഉള്ളൂ. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് ഒരു മനസാക്ഷിയില്ല എന്നും നമ്മുടെ മുത്തശ്ശൻ. അത് കേട്ടതും വസുന്ധരാമ്മ, അത് ശരിയാ. എന്തായാലും കഴിഞ്ഞ തലമുറയെ പോലെയൊന്നും അല്ല ഈ തലമുറ ഒരുപാട് മാറിപ്പോയി. പ്രത്യേകിച്ച് മരുമക്കൾ വന്നതിന് ശേഷം, അതും അനാമിക വന്നതിന് ശേഷം എന്നൊക്കെ പറയാം. മോള് ജലജയെ വിളിക്ക്, ഞാൻ സംസാരിക്കാം. ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് നവ്യ നേരെ ജലജയെ വിളിക്കാനായിട്ട് പോവുക. അപ്പോൾ ജലജ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജലജ അവിടെ ഇരിക്കുന്ന സമയത്ത്, അതെ നിങ്ങളെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. ഓ, എന്തിനാണെന്നാവോ? നിങ്ങളല്ലേ പറഞ്ഞത് പോയി മുത്തശ്ശനോട് പറയാൻ. ഞാൻ പറഞ്ഞു. അത് കേട്ടതും, നിന്നെ കൊണ്ട് വല്ലാത്ത മേട, ഒന്ന് ഇറങ്ങി പോയി തരാമോ ഇവിടുന്ന്? അതെ, മുത്തശ്ശനും മുത്തശ്ശിയും പറയട്ടെ, എന്നാൽ ഞാൻ ഇറങ്ങിപ്പോവാ എന്നും പറഞ്ഞ നവ്യ. ഇത് കേട്ടതും, പെട്ടെന്ന് ചെല്ല്, ഇല്ലെങ്കിൽ മുത്തശ്ശൻ്റെ ഇത് നന്നായിട്ട് മേടിച്ച് കെട്ടും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ വഴക്കുറിയ ജലജയെ കളിയാക്കുക. ഈ സമയം ജലജ അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ അച്ഛാ, നിനക്കെന്താ ജലജെ, കുറച്ചും കൂടെ മനസാക്ഷിയില്ലേ? നാണോ മാനോ ഇല്ലേ? നിൻ്റെ മരുമകളാ വയറ്റിലൊരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നേ, അതും നിൻ്റെ മകൻ്റെ കുഞ്ഞ്. അതറിയാതെയാണോ നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവളിപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ കുട്ടി എന്തൊക്കെ ഇഷ്ടം പറഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഇത് നിനക്കുണ്ട്, മനസ്സിലായോ? നിൻ്റെ മകനാണെങ്കിൽ അവളോട് ഒരു ശ്രദ്ധയുമില്ല. എന്തോരം ഭർത്താക്കന്മാരുണ്ട് ഈ ലോകത്ത്. ഭാര്യമാർ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് അവരെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാർ. എന്നാൽ നിൻ്റെ മകൻ ആ ഒരു പരിസരത്തേക്ക് പോലും നോക്കില്ല. സ്വന്തം ഭാര്യ ഇട്ടേച്ചും കള്ളുകുടിയും കഞ്ചാവ് വലിയും സിഗരറ്റ് വലിയും പെണ്ണുപിടിയുമായിട്ട് നടക്കുമല്ലേ അവൻ. അതൊക്കെ നിൻ്റെ വളർത്തു ദോഷമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നവ്യ മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ. അത് കേട്ടതും, അച്ഛാ അവളൊരു പെണ്ണല്ലേ, അവൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചൂടെ? മോളത് പറഞ്ഞല്ലോ, അവൾക്ക് അങ്ങനെ പാചകം പഠിച്ച ശീലമില്ല. പതുക്കെ അവൾ നയനയെ നോക്കി പഠിച്ചോളും. അതുകൊണ്ട് നയന ഉണ്ടായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത മോൾക്ക് ഇപ്പം പ്രശ്നങ്ങൾ ഒരുപാടാണ്. അവൾ വിശന്നിരിക്കാൻ പാടില്ല. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നീ മറന്നിട്ടാണോ ജലജയെ ഓരോന്നും ചെയ്യുന്നത്? അത് കേട്ടതും, അച്ഛ അങ്ങനെയല്ല,
എനിക്ക് അവളെ സ്നേഹിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അവളുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ എന്നൊക്കെ പറയണം. അത് കേട്ടതും അവൾ എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ കയ്യിലിരിപ്പുണ്ട. അതുകൊണ്ട് അവൾ പറയുന്നതനുസരിച്ച് എല്ലാം ഉണ്ടാക്കി കൊടുത്തോളണം. ഇല്ലെങ്കിൽ ഈ മൂർത്തി ആരാന്ന് നീ അറിയും. മനസ്സിലായല്ലോ? ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവുക. ഓ, വല്ലാത്തൊരു ശല്യം തന്നെയാ ഈ കിളവനും കിളവി എന്ന് ചാകുമെന്നാവോ. അന്നേ ഈ അനന്തപുരി തറവാട്ടിന് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ പിറുപിറുത്തോണ്ടോ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം നവ്യയാണെങ്കിൽ അതെല്ലാം ഒളിഞ്ഞെന്ന് നോക്കുക. അതെ അമ്മായിയമ്മേ, എനിക്ക് വേണ്ടത് പുട്ടും കടലയാ. അവളൊരു പുട്ടും കടലയും എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ ഒറ്റൊരുത്തി കാരണമാണ് മനുഷ്യനിപ്പോൾ ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ പോയത്. എന്തിനാടി നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഇതിനു വേണ്ടി ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മകൻ അവൻ ചെയ്യുന്ന എല്ലാ തെറ്റിനും നിങ്ങളാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. നിങ്ങൾ ഒറ്റൊരുത്തിയ അവനെ വളർത്തി വഷളാക്കിയത്. എന്നെ സ്നേഹിച്ച് വലയിലാക്കി എന്നെ ഗർഭിണിയാക്കി അവസാനം എന്നെ കൈവിടാൻ നോക്കും. അവൻ കൈവിട്ടോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല. പക്ഷെ അവൻ കെട്ടി ഈ തലേൻ്റെ കഴുത്തി കിടക്കുന്നിടത്തോളം കാലം അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഉപേക്ഷിച്ചിട്ട് പോവുമെന്നും കരുതണ്ട. മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവി ഇങ്ങനെ കളിയാക്കുക. ഈ സമയം ജലജ എന്തായാലും ഇവൾക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഇവളെ ഇല്ലാതാക്കാൻ എന്താ ഒരു വഴി? പക്ഷേ ഞാനുണ്ടാക്കുന്ന ഫുഡിൽ എന്തെങ്കിലും കലക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സംശയം എൻ്റെ മേലെയാവും. എന്തായാലും അനാമികയെയും അവളുടെ അമ്മയെയും എരിപിരി കയറ്റാം. അങ്ങനെ കയറ്റി കഴിയുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുക, പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ജലജ നവ്യയോട് പറയുക, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കഴിക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജലജ പോയതും നമ്മുടെ നവ്യ എല്ലാം പാത്രത്തിലിട്ടിട്ട് കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. പാചകം ചെയ്യാനറിയാൻ പാടിഞ്ഞിട്ടൊന്നുമല്ല, ഈ പെണ്ണുപിള്ളയെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് വേണ്ടിയാണ് ഈ പെണ്ണുപിള്ളയ്ക്കിട്ട് 2 കിട്ടാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. മകനെ വളർത്തി വഷളാക്കിയ ഒരു തള്ള എന്നും ആലോചിച്ചുകൊണ്ട് നവ്യ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അനാമിക വരിക. ഹായ്, നല്ല മണം വരുന്നുണ്ടല്ലോ, ഞാനും കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ, ഡി എഴുന്നേക്കടി, എന്താ നിനക്കെന്താ പ്രശ്നം? ഇത് നിൻ്റെ അച്ഛൻ തറവാട്ടിൽ തന്നത് ഇതൊന്നുമല്ലല്ലോ. അത് കേട്ടതും നീ എൻ്റെ അച്ഛനെ വിളിച്ചാലേ എൻ്റെ ഈ 5 വിരൽ നിൻ്റെ കവളത്ത് പതിയും. മര്യാദയ്ക്ക് നിന്നോട് എണീക്കാനാണ് പറഞ്ഞത്. അത് കേട്ടതും അനാമിക അവിടെ നിന്ന് പതുക്കെ എഴുന്നേക്കുക. ഇതേ എൻ്റെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാ, ഇത് നീ തൊട്ടു പോകരുത്. നിനക്ക് നിൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തന്നല്ലോ, അത് പോയി കഴിച്ചാൽ പോരെ. എന്തിനാ എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തന്നത് കഴിക്കാൻ വരുന്നേ, നാണം കെട്ടവളെ. അത് കേട്ടതും ആഹാ, നീ അത്രയ്ക്കായോടി, എന്നാലേ നിൻ്റെ അമ്മായിയമ്മ എനിക്കും ഉണ്ടാക്കി തരും. നിൻ്റെ അമ്മായിയമ്മയ്ക്കൊണ്ട് ഞാനത് ചെയ്യിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യിക്കടി. എൻ്റെ അമ്മായിയമ്മയോട് നീ ചെന്ന് പറ ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കി തരാൻ. അവർ ഭദ്രകാളിയായി ഉറഞ്ഞതുള്ളും. അത് കേട്ടതും നീ കളിയാക്കൊന്നും വേണ്ടടി, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാനേ ഈ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ഫുഡ് എനിക്ക് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തരും. എന്നാൽ ചെന്ന് പറയടി. നാണം ഇല്ലാതെ വന്നിരിക്കുന്നു. നിൻ്റെ അമ്മായിയമ്മ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഞാനത് ചോദിച്ചു വന്നപ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അതുപോലെ തന്നെയാണ് നിനക്ക് നിൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തരും, എനിക്ക് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങനെ ഒരുപാട് കളിയാക്കുക അനാമികയെ. അപ്പോൾ അനാമിക ദേഷ്യം വന്ന് അവിടെ ഒന്നും താഴേക്ക് ചെല്ലുക. അപ്പോൾ ജാനകി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ അമ്മേ, എന്നെ നാണം കെടുത്തി. ആരെ എൻ്റെ മോളെ നാണം കെടുത്തിയത്? ആ നവ്യ എന്ന് പറയുന്നവള്. വിശപ്പുണ്ടാ ഞാൻ അങ്ങോട്ട് ചെന്നത്, അത് അപ്പച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നോട് അവർ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ആരെ എൻ്റെ മോളോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞേ ഈ വീട്ടിൽ നിന്ന്? അത് കേട്ടതും വേറെ ആര്? ആ നവ്യ. അവളാണ് എന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് ഒന്നും കഴിച്ചു പോരുതെന്ന്. അങ്ങനെ അവൾ പറഞ്ഞോ? പറഞ്ഞമ്മേ. അവൾ പറയുക അവളുടെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണ്ടെന്ന്. എനിക്ക് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തമ്മേ, എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടതും അതിനെന്താ, എൻ്റെ മോക്ക് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ അപ്പോഴത്തേക്കും അവളെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, അവളോട് ചോദിക്കണമല്ലോ. ജലജ ഉണ്ടാക്കിയ ഭക്ഷണം മോളോട് കഴിക്കണ്ടെന്ന് പറയാൻ അവൾക്ക് എന്ത് അധികാരം ഉള്ളത്? അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജാനകി നേരെ കലിതുള്ളി അങ്ങോട്ട് ചെല്ലുക. അപ്പം നവ്യ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. എടി എന്താ നിനക്ക് എന്ത് അധികാരമടി എൻ്റെ മരുമോളോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറയാൻ? അതെ, ഇവൾക്കുള്ള അതേ അധികാരവും അവകാശവും എനിക്കും ഈ വീട്ടിലുണ്ട്. എനിക്കും പറയാം, ഇവൾക്ക് പറയാമെങ്കിലേ എനിക്കും പറയാം. ഇവളുടെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഭക്ഷണം എന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇവളും എടുക്കണ്ട.
അത്രയേ ഉള്ളൂ. അതിൽ ഇത്ര വലിയ തെറ്റൊന്നുമില്ല. അതെന്താ നിങ്ങളുടെ മരുമകൾക്കൊരു ന്യായം എനിക്കൊരു ന്യായം? അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ പറയുക, എന്തൊക്കെ സംഭവിച്ചാലും ഇവളീ ഭക്ഷണത്തിൽ തൊട്ട എൻ്റെ നയനെ ഉണ്ടാക്കുന്നത് എല്ലാവരും വെട്ടിവിഴുങ്ങി കഴിക്കുന്നുണ്ടല്ലോ. എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്നത് പോലും ഇനി ഇവൾക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ശേ, ഞാനെന്ത് തീറ്റ കാണാതെ വന്ന വീട്ടിൽ നിന്ന് വന്ന പോലെയാ ഇവളുടെ വർത്താനം കേട്ടാ. നിന്റെ ആക്രാന്തം കണ്ട അങ്ങനെ തോന്നും. അല്ല, നിന്റെ അച്ഛനും അമ്മയ്ക്ക് നീ ഒറ്റ മോളല്ലേ, എന്നിട്ടും നിനക്കിതുവരെ നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. അത് കേട്ടതും എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നേ. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് മാത്രമല്ല, ഞാൻ എന്ത് ചോദിച്ചാലും മേടിച്ചു തരും. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് പറ്റില്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് പറ്റിയില്ലെങ്കിലും സ്നേഹിക്കാൻ അറിയാം. മക്കളെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കൊണ്ടു നടക്കണമെന്നറിയാം. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അളക്കാൻ നീ വരണ്ട, മനസ്സിലായല്ലോ? എന്തായാലും ഞാൻ നിനക്കിട്ടൊരു പണി വെച്ചിട്ടുണ്ടടി എന്നും അങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് അനാമിക പോവാ. അപ്പോൾ നമ്മുടെ ജാനകി, വാ മോളെ, അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരാം, അമ്മ ഉണ്ടാക്കാൻ ഞാൻ വരാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക താഴേക്ക് ചെല്ലുക. എന്നിട്ട് ഫോൺ എടുത്ത്, ഹലോ അമ്മേ. എന്താ മോളെ? ഇവിടെ ആകെ മനുഷ്യനിട്ട് ഒരുപാട് കളിയാക്കിക്കൊണ്ടിരിക്കുക അമ്മ ആ നവ്യ. എന്താ മോളെ, എന്തു പറ്റി? അവളുടെ അനിയത്തി ഉണ്ടാക്കുന്ന ഭക്ഷണം, അവളുടെ അമ്മായിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും എന്നോട് തുടരുന്നാ പറയുന്നേ. മോളുടെ അമ്മായിയമ്മ മോക്ക് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അവളുടെ ചട്ടിയിൽ കൈയിട്ട് വരുന്നേ? അത് കേട്ടതും, അമ്മേ ഞാൻ അതിൻ്റെ ടേസ്റ്റോ നോക്കാൻ വേണ്ടിയാണ് ചെന്നത്. അപ്പോഴത്തേക്കും അവളെന്നെ എങ്ങനെ ആക്കി. എന്നാൽ നമുക്ക് അവക്കിട്ടൊരു പണി കൊടുക്കാം, അവളെ ഒരു പാഠം പഠിപ്പിക്കാം. എന്തായാലും മോൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതുപോലെ മോൾ ചെയ്താൽ മതി. അവൾ നടന്നു വരുന്ന വഴിയിൽ ഇത്തിരി എണ്ണ ഒഴുക്കി. അവൾ ഗർഭിണി ആയതുകൊണ്ടാണല്ലോ ആ വീട്ടിലുള്ളവർ അവൾക്ക് പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവൾ വഴിക്ക് വീഴും. അങ്ങനെ വീണ് കഴിയുമ്പോൾ അവൾക്ക് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെയാവും. അങ്ങനെ ചെയ്താൽ മതി മോളെ. അത് കേട്ടതും, ഇത് നല്ല ഐഡിയ ആണല്ലോ അമ്മേ, എന്നാൽ ശരി ഞാൻ ഇപ്പം തന്നെ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക നേരെ അങ്ങോട്ട് പോവുക. എന്നിട്ട് വെളിച്ചെണ്ണ കുപ്പി എടുത്തു. എടി നവ്യേ, നിൻ്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കോടി. എന്തൊരു അഹങ്കാരം നിനക്ക്? ഞാൻ ഓരോന്ന് ചെയ്യുന്നതൊക്കെ നീ കണ്ടുപിടിക്കുമല്ലേ? പായസത്തിൽ മരുന്ന് കലക്കിയത് ഞാനാണെന്ന് നീ കണ്ടുപിടിച്ചു, പാലിൽ വിഷം കലർത്തിയത് ഞാനാണെന്ന് നീ വരുത്തി തീർക്കും അല്ലേ? എടി, ഇന്നത്തോടെ നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം കഴിഞ്ഞടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ആ വെളിച്ചെണ്ണ എടുത്ത് അവിടെ ഒഴിച്ചു വിടുക. അതിനുശേഷം അവിടെ നിന്ന് മാറിയിരുന്നു. ഇത് തന്നെയായിരിക്കും നവ്യ വരുന്ന വഴി. ഈ വഴിയിൽ നവ്യ വരുമ്പോൾ കാല് എണ്ണയിൽ മുട്ടി അവൾ വഴിക്ക് വീഴണം. അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം. നവ്യ നയനെയൊക്കെ വീണ് നടുപൊടിയുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. എല്ലാം വീണ് ചാകട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക മാറി നിൽക്കുക. അതേ പ്രേക്ഷകരെ, മുകളിൽ ജാനകിയുണ്ട്, ജലജയുണ്ട്, അഭിയുണ്ട്, നവ്യയുണ്ട്. ഇത്രയും പേര് മുകളിലിരിക്കുമ്പോൾ മുകളിൽ നിന്നും വരുന്ന വഴിയിൽ എണ്ണയൊഴിച്ചു വെച്ച അനാമികയുടെ പ്ലാൻ ആരുടെ മേലെ ചെന്ന് പെടും? ആ എണ്ണയിൽ ആര് ചെന്ന് വീഴും എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. അതെ, നവ്യ ഉറപ്പായിട്ടും വീഴില്ല. അതേപോലെ നവ്യ വീഴാതെ വേറെ ആരാ കുഴിയിൽ വീഴുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.